എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറോട് കൂടിയ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പായി പോവാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ബേസ് ഉണ്ടാക്കണം. അതിനൊരു 160 ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ. ഗുഡ് ഡേ ഒക്കെ നല്ല ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ടീ ബിസ്ക്കറ്റാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അതും വളരെ നല്ലതാണ് ഇതിന്. അപ്പോൾ ഇതൊന്ന് ആദ്യം തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം. തരികളോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി കേട്ടോ. പൾസ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നല്ല പൊടിയായി പോകരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ തരുന്ന മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടർ. അതോട് ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ മിക്സ് ചെയ്തെടുക്കൂലേ, ആ ഒരു രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് 20 ഗ്രാം കൂടിയും ബട്ടർ ചേർത്ത് കൊടുത്തിരുന്നു. എനിക്കൊരു അത്ര നനവ് തോന്നാത്തതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് തൂക്കിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്ന കേട്ടോ. ഇനി ഇത് ഗ്ലാസ് വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഓരോ ഓവനിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കണം കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാൻ. അതുപോലെ തന്നെ ഇത് വലിയ പഴയ ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചിലപ്പം കുറച്ച് സമയം അധികം എടുക്കും. നമ്മൾ ഓവനിൽ വെക്കുന്നേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളൂ. എൻ്റെ അടുത്ത് പഴയ ചെമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കാത്തത്. അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കണം. അതിന് ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. 300 ഗ്രാം ക്രീം ചീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പഞ്ചസാര കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൾസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ബാറ്റർ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഷുഗറിൻ്റെ ഒരു കടി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്ലഫി ആയി വന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് എഗ്ഗാണ് ചേർക്കുന്നത്. 3 എഗ്ഗാണ് ചേർക്കുന്നത്. ഓരോന്ന് വീതം പൊട്ടിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അത് നമ്മൾ ചീത്ത എഗ്ഗ് ആവാനും അതുപോലെ ഷെല്ല് കൂടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് ആദ്യം നമ്മളിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മിക്സിയിൽ വെച്ചിട്ട് ചെയ്താലും വളരെ ഉഷാറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായി ചേർക്കുന്നത് സോർ ക്രീമാണ്. നമ്മൾക്ക് ഇതിന് പകരം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും മതി. 1/2 കപ്പാണ് ഇത് ചേർത്തിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിൽ നമ്മൾ അടിയിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇവിടെ 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിത് ചെമ്പിൽ ചെയ്യുകയാണെങ്കിൽ ചെമ്പിലെ അടിയിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബേസിലേക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററാണ്. കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾക്ക് പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറൊക്കെയാണ് ഇതിന് കിട്ടുക കേട്ടോ ബേക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതിൽ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 180-ലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തത്. 160-ലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് അതൊരു 25 to 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ളത്. ഓവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്ന് നോക്കരുത്. ഒരു 25 മിനിറ്റാണ് എനിക്കിത് ബേക്ക് ചെയ്യാൻ എടുത്തത്. ആ ഒരു സമയമാവുന്ന സമയത്ത് മാത്രം തുറന്ന് നോക്കിയാൽ മതി. അതുപോലെ ചെമ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും.
അത് ഇനി ഇത് മോൾഡൊന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തണുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് മോൾഡൊന്ന് മാറ്റിയെടുക്കുമ്പം കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കാണും പോലെ തന്നെ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പുഡിങ് സെർവ് ചെയ്യണതിന് പകരം ഇതൊന്ന് മാറ്റി പിടിച്ച് നോക്കണ്ട കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കണ്ടേ പുഡിങ്ങിന് പകരം. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. മെല്ലെ കട്ട് ചെയ്തെടുക്കണേ. കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ഷമയോടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കത്തി ഒന്ന് അടിയിലോട്ട് വെച്ചിട്ട് മെല്ലെ ഒന്ന് പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയുണ്ടാവും നല്ല ഒരു ടെക്സ്ചറോട് കൂടിയ, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.